ഹായ് ഗൈസ്, ചട്ടമ്പിപ്പാറി സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ പാറു വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് വിശേഷം ചോദിക്കുകയാണ്. കാരണം ഇവിടെയുള്ള കരുണാകരൻ്റെ ഒരു വിവരവും നമ്മുടെ പാറു പറയുന്നില്ല. അതായത് അവിടെയുള്ള കാര്യങ്ങൾ, കാരണം വിഷമങ്ങളൊന്നും തൻ്റെ അച്ഛനെ വിളിച്ച് അറിയിക്കുന്നില്ല, കുടുംബക്കാരെയൊന്നും അമ്മനെയും ചേച്ചിനെയും ഒന്നും വിളിച്ച് അറിയിക്കണില്ല പാറു. അപ്പോൾ വിളിച്ചിട്ട് സാധാ പോലെ ഒരു വർക്ക് കഴിഞ്ഞ് നമ്മൾ വിളിക്കില്ലേ, അതുപോലെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അച്ഛാ എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ. മോള് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കരുണാകരൻ പുറകിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഞെട്ടി, കാരണം ഇയാൾ ഇനിയും പാറുവിനെ ചീത്ത പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കരുണാകരൻ വന്നിട്ട് ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ് ചെയ്യുന്നത്. ഫോൺ കട്ടാക്കിയിട്ടില്ല. എന്നിട്ട് പറയണ, ഇത്ര നേരം നീ സംസാരിച്ചതല്ലേ, തൊണ്ട വരണ്ട് കാണുമല്ലോ, നിനക്കൊരു ആപ്പിൾ ജ്യൂസ് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണാകരൻ പാറുവിൻ്റെ അടുത്ത് പറയണം. പാറു ഒന്നും ഇടാതെ നിൽക്കുകയാണ്. എന്താണ് ഇത്ര നേരം നീ ഫോണിൽ സല്ലപിക്കാനാണോ, പണിയും ചെയ്യാതെ ഇവിടെ വന്ന് നിൽക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. പക്ഷേ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കണം, കാരണം പാറുവിനെ ചീത്ത പറയുകയാണല്ലോ. അങ്ങനെ ഇങ്ങനെ പറയും, നിനക്കിവിടെ ഒരുപാട് പണിയുണ്ട്, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അച്ഛൻ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് മോളെ വിളിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. നീ ഫോണിൽ സല്ലപിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് നീ ഫോൺ സംസാരിച്ചോ, പിന്നെ ഞാൻ ഇവിടുന്ന് പണിയിപ്പിക്കും, നിനക്ക് നീ മരിക്കണ പോലെ നിനക്ക് പണി തരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാറുവിന് നല്ല വിഷമമാവുകയാണ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് വിഷമമാവും പാറുവിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് പാറു ഇപ്പം നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഇങ്ങനെ കരുണാകരൻ പറയും, നീ എന്താ വിചാരിച്ചത്, നിനക്ക് ഇവിടെ വെറുതെ ഇരുന്ന് കഴിക്കാമെന്നാണോ നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പാറു അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പ്രിയൻ കണ്ട് പാറുവിനോട് സംസാരിക്കും. എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, താനൊരു നല്ലൊരാളാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തൻ്റെ കൂടെ വന്നത്, പക്ഷെ എനിക്കിങ്ങനെ പറ്റുന്നൊന്നും ഞാൻ കരുതിയില്ല, എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. കാരണം പ്രിയനെയും കുറ്റപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പാറു സംസാരിക്കുക, നല്ല വിഷമത്തോടു കൂടിയിട്ട്. കാരണം കരുണാകരൻ പാറുവിനോട് അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. ആ ഒരു ഇതിലാണ് നമ്മുടെ പ്രിയൻ്റെ അടുത്തും കൂടെ അവൾ ആ ദേഷ്യം കാണിക്കുന്നത്. കരുണാകരൻ എന്താണെങ്കിൽ നല്ല പണി നമ്മുടെ പാറു സമയം വരുമ്പോൾ കൊടുക്കും. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യണം. സീരിയൽ റിവ്യൂസ് ഞാൻ ഇടുന്നുണ്ട്, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.